GCC രാജ്യങ്ങൾക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമം. സൗദി അറേബ്യ ലക്ഷ്യമിട്ടെത്തിയ മിസൈലുകളും ഡ്രോണുകളും പ്രതിരോധ സേന തകർത്തു. ഇറാൻ എംബസി ഉദ്യോഗസ്ഥരോട് 24 മണിക്കൂറിനകം രാജ്യം വിടാൻ സൗദി അറേബ്യ ഉത്തരവിട്ടു. കഴിഞ്ഞ രാത്രിയും ഇന്ന് പകലുമായി GCC രാജ്യങ്ങളെ ലക്ഷ്യമാക്കി വലിയ രീതിയിലുള്ള ആക്രമണ ശ്രമങ്ങളുണ്ടായി. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യ ലക്ഷ്യമിട്ടെത്തിയ 20 ഡ്രോണുകൾ പ്രതിരോധ വിഭാഗം വിജയകരമായി തകർത്തു. ഇതിനു പുറമെ റിയാദ് നഗരത്തെ ലക്ഷ്യം വെച്ച് 3 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചും ആക്രമണമുണ്ടായി. ഇതിൽ ഒന്ന് പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. മറ്റു 2 മിസൈലുകൾ വിജനമായ പ്രദേശത്താണ് പതിച്ചതെന്നും ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. UAE-യിലെ റാസൽ ഖൈമയിലും ആക്രമണ ശ്രമങ്ങളുണ്ടായി. UAE-യിൽ ഇതുവരെ നടന്ന വിവിധ ആക്രമണങ്ങളിൽ പരിക്കേറ്റവരുടെ എണ്ണം 160 ഉയർന്നു. കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ എന്നിവിടങ്ങളിൽ നിലവിൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ഖത്തറിൽ ഞായറാഴ്ച പുലർച്ചെ സൈനിക ഹെലികോപ്റ്റർ തകർന്ന് കടലിൽ വീണു. പതിവ് ഡ്യൂട്ടിക്കിടെ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് അപകടം സംഭവിച്ചത്. കാണാതായ ഉദ്യോഗസ്ഥർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഈ സൈനിക നീക്കങ്ങൾക്കിടയിൽ നയതന്ത്ര തലത്തിൽ കടുത്ത നിലപാടിലേക്ക് സൗദി അറേബ്യ കടന്നു. റിയാദിലെ ഇറാൻ എംബസിയിലുള്ള മിലിറ്ററി അറ്റാഷെ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥരോട് 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ സൗദി അറേബ്യ ആവശ്യപ്പെട്ടു. 2023 ബീജിംഗ് കരാറിന്റെ ലംഘനമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ആരോപിച്ച സൗദി രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ഐക്യരാഷ്ട്രസഭയുടെ ആർട്ടിക്കിൾ 51 പ്രകാരം ഏതറ്റം വരെയും പോകുമെന്ന് മുന്നറിയിപ്പ് നൽകി. 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.